ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ മാർച്ച് തലസ്ഥാനത്ത് നടക്കുന്നു. തത്സമയ സംപ്രേഷണം. ആമേഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ നഗരസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. ഇപ്പോൾ മാർച്ച് അവിടെ അക്രമാസക്തമായി എന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ബാരിക്കേഡിന് മുകളിൽ കയറി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. അവിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. നഗരസഭ മതിൽ ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. VS അനുരാഗ് ചേരുന്നു വിവരങ്ങളുമായി. അനുരാഗ്, നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കുറച്ചു നേരത്തെ സംഭവിച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ലക്ഷ്മി, ഇപ്പോഴും പ്രവർത്തകർ നഗരസഭ മതിൽക്കെട്ടിനകത്തുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയം തന്നെയാണ്. ഇപ്പോഴും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഈ പ്രതിഷേധ സമരം ആരംഭിച്ചത്. ജോയിയുടെ മരണത്തിൽ ഉത്തരവാദി നഗരസഭയാണ്. അത്തരത്തിൽ മേയർ രാജിവെക്കലടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറി നിന്ന് പതാക വീശിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു. പിന്നാലെ പോലീസ് വലിയ തോതിൽ ഇപ്പോഴും അവിടെ ഉന്തും തള്ളും നടക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്തും തള്ളും വലിയ തോതിൽ അവിടെ നടക്കുകയാണല്ലേ? തീർച്ചയായും 4 തവണയോളം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടയിലാണ് കുറച്ച് പ്രവർത്തകർ നഗരസഭയുടെ മതിൽക്കെട്ട് ചാടി നഗരസഭയ്ക്കുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചത്. ഈ ഘട്ടത്തിൽ നഗരസഭ പരിസരത്തുണ്ടായിരുന്ന പോലീസുകാരാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നത്. കുറച്ച് പ്രവർത്തകരെ ജോയിയുടെ മരണത്തിൽ തലസ്ഥാന നഗരം സമര കലുഷിതമാവുകയാണ്. ഇന്ന് നഗരസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. ജലപീരങ്കി പ്രയോഗിച്ചു. വലിയ പ്രതിഷേധം, വലിയ സംഘർഷം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.